പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മൾ ആഗമന കാലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അല്ലെ. ആഗമന കാലത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ എന്താ, തിരുക്കുമാരനെ വരവേൽക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇത് ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 15-ാം തീയതി വരെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും 16 മുതൽ അവിടുത്തെ ഒന്നാമത്തെ വരവിനെ കുറിച്ചാണ്. അപ്പം മൊത്തത്തിൽ നമ്മളൊരു ഒരുക്കമാണ്. ഇതുവരെ മൊത്തത്തിൽ നമ്മളൊരു ഒരുക്കമായിരുന്നു കൺവെൻഷന് വേണ്ടിയിട്ട്. ഇപ്പോഴും നമ്മൾ പ്രത്യേകമായിട്ട് അതിതീവ്രമായിട്ടുള്ള ഒരുക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ഫ്ലാഗ് റൈസിംഗ് വഴി. കാരണം നമ്മളറിയാം, ഏറ്റവും മുന്നിൽ കണ്ടുകൊണ്ട് ഇതുവരെ ഇല്ലാത്ത, നമുക്കറിയാം നമ്മൾ വീട്ടിൽ അത്ര പാത്രം കഴുകി വെച്ചാലും ഗസ്റ്റ് വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് കഴിയുമോ എന്ന് പറഞ്ഞതുപോലെ ഒന്നും കൂടി നമ്മൾ തീഷ്ണതയോടുകൂടെ ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു സമയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ പതാക ഉയർത്തുന്നത് വഴി. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒപ്പം തന്നെ ഇവിടെ ഉയർത്തുന്നത് പോലെ നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ വീടുകളിലും ഇത് ഉയർത്തണം. അതുകൊണ്ടാണ് ഒരു പ്രത്യേകമായിട്ടുള്ള നിങ്ങളുടെ ഒരു അപേക്ഷയുണ്ട്. ആകെ 100 കൊടികളേ ഉള്ളൂ, ഇവിടെ 100 ഉള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഈ കൊടി ഇല്ലാത്തവർ മാത്രം കൊണ്ടുപോകുക, ഉള്ളവർ പഴയത് പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും എല്ലാവരും കാണുന്ന രീതിയിൽ കെട്ടി തൂക്കി വെച്ചാൽ മതി. പിന്നെ വെന്തീഞ്ഞുണ്ട്, ഒരെണ്ണം മാത്രമേ എടുക്കാവുള്ളൂ. കേട്ടോ, എല്ലാവരും ഒരെണ്ണം മാത്രമേ എടുക്കാവുള്ളൂ. അപ്പൊ സ്നേഹ ബഹുമാനപ്പെട്ട പ്രശാന്തത്തിനോട് ഇവ രണ്ടോ Praise the Lord. Hallelujah. നമ്മളെല്ലാവരും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നവരായി മറിയത്തിൻ്റെ വെന്തീഞ്ഞ നമ്മൾ ഇന്ന് മുതൽ ധരിക്കുന്നു. ഈ വെന്തീഞ്ഞ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ധരിക്കേണ്ടതാണ്. നിങ്ങളുടെ കഴുത്തിൽ വെന്തീഞ്ഞ ഇല്ലെങ്കിൽ ഒരു വെന്തീഞ്ഞ കൊണ്ടുപോകുക. അതോടൊപ്പം നമ്മുടെ വീടുകളിൽ നമ്മൾ IMS അമ്മയുടെ പതാക ഉയർത്തുന്നു. ഇവിടെ ഉയർത്തുന്നതിനോടനുബന്ധിച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ പരിശുദ്ധ അമ്മയിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ കൺവെൻഷനെ ഏൽപ്പിച്ചുകൊണ്ട് അതോടൊപ്പം വട്ടായച്ചനും ടീം അംഗങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആയിരിക്കും. നമുക്കറിയാം, അനേകായിരങ്ങൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കണം. അതിനായിട്ട് നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ കൺവെൻഷന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥനാ കാർഡ് നിങ്ങളുടെ വീടുകളിലുണ്ട്. ആ പ്രാർത്ഥന കാർഡ് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക.